ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. ഇന്നാണെങ്കിൽ അക്സിബയുടെ ബർത്ത്ഡേ ആണ്. അപ്പം ഞാൻ ആദ്യം ഒരു ഷോർട്ട് വീഡിയോ എടുക്കാമെന്നാണ് വിചാരിച്ച്, പിന്നെ ഓർത്തൊരു ലോങ് വീഡിയോ എടുക്കാമെന്ന്. പിന്നെ വൈകിട്ട് ഞാൻ കാപ്പിയൊക്കെ കുടിച്ച് ഇരിക്കുമായിരുന്നു. അന്നേരം അവൾ വന്നു. അവൾ ഇന്ന് ലേറ്റായിട്ടാണ് വന്നത്. അപ്പം അവളെ നോക്കി നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവൾ വന്നപ്പോഴത്തേനും താഴെ ചേച്ചിയുടെ കുഞ്ഞുണ്ടായിരുന്നേ. അവനാണെങ്കിൽ അവിടെ നോക്കിയ ജനലിലവിടെ നോക്കി നിൽക്കുമായിരുന്നു. അപ്പോൾ ഇവൾ സ്കൂൾ വിട്ട് വന്ന വഴിക്ക് അവിടെ പോയി അവന് കുറച്ച് ചോക്ലേറ്റൊക്കെ കൊടുത്തു. അതുമായിട്ട് കുറേ നേരം എന്ത് സംഭവം എൻ്റെ ഫോണിലോട്ട് നോക്കി നിൽക്കുന്നുണ്ട്. പക്ഷേ മുട്ടായിയൊക്കെ കൊടുത്ത് കുറേ നേരം അവനെ നോക്കി നിന്ന്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേന് അക്സിബ കയറി വന്നു. ഓൾറെഡി അവളിന്ന് ലേറ്റായിട്ടാണ് വന്നത്. ഇന്ന് എക്സാം ആയതുകൊണ്ട് കുറേ നേരം ഞാൻ 4:30 തൊട്ട് വെയിറ്റ് ചെയ്തിരിക്കുക വീഡിയോ എടുക്കാനായിട്ട്. അവൾ വന്നപ്പോൾ 5 മണിയായി. അതുവരെ ഞാൻ ഫോണുമായിട്ട് അവിടെ നിൽക്കുമായിരുന്നു. പിന്നെ അവൾ വന്നു കഴിഞ്ഞിട്ട് വൈകിട്ട് ഞങ്ങൾക്ക് കേക്ക് എടുക്കാൻ പോകണമായിരുന്നു. നമ്മുടെ അടുത്ത് തന്നെയുള്ള ഒരു ചേച്ചിയുടെ അടുത്ത് അത് ചെയ്യാൻ കൊടുത്തത്. ഐഷ്യൂസ് കേക്ക് എന്ന് പറയുന്നത് മുണ്ടക്കയത്തുള്ള ചേച്ചി. അപ്പോൾ ആ ചേച്ചിയുടെ ഞങ്ങൾ ഇന്നലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. കേക്ക് വാങ്ങിക്കണമെന്നൊന്നും ഓർത്തിരുന്നല്ല, പെട്ടെന്ന് ഒരു കേക്കൊക്കെ വാങ്ങിക്കാൻ തീരുമാനിച്ച് അങ്ങനെ അതെടുക്കാനായിട്ട് ഞാൻ റിസോർട്ടും കൂടെ പോയിട്ടുണ്ടായിരുന്നു. ഒരു 6 മണി 6:30 ആ ടൈമൊക്കെ ആയപ്പോഴത്തേന് ഞങ്ങൾ പോയി. പിന്നെ കേക്കും വാങ്ങിച്ച് പിന്നെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ബലൂണും കാര്യങ്ങളൊന്നും വാങ്ങിച്ചൊന്നുമില്ല. അല്ലാതെ ഒരു ബാനർ പോലെ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയത് അതും വാങ്ങാനായിട്ട് പോയി. പിന്നെ അന്നേരത്തിന് ഒത്തിരി താമസം എന്ന് പറഞ്ഞാൽ 7 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കേക്കൊക്കെ എടുത്ത് കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ എല്ലാം ചെയ്യാൻ തുടങ്ങി. അപ്പോഴും അത് കഴിഞ്ഞ് കടയിലൊക്കെ പോയായിരുന്നു. അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. വാങ്ങിക്കുന്നതിൻ്റെ എല്ലാം ഉണ്ടായിരുന്നു. അതൊന്നും അന്നേരം എടുക്കാനായിട്ട് ഓർത്തില്ല. പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്നു. അത് രണ്ടും ബാനറല്ല, ആ 2 ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയത് മാത്രം ഒന്ന് ഹാങ് ചെയ്യാനുണ്ടായിരുന്നു. വേറെ പണിയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ റിസോർട്ടും ഞാനും അവളും കൂടി അത് അവിടെ ഭാഗത്ത് കെട്ടി. അത് കഴിഞ്ഞിട്ട് താഴേന്ന് അച്ചാച്ചൻ്റെ പെങ്ങളും സുമേഷേട്ടയും കെസേച്ചിയും സിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരെ മാത്രമേ ഞങ്ങൾ വിളിച്ചുള്ളായിരുന്നു. കാരണം ഒരു കേക്ക് കട്ടിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആരെയും അങ്ങനെ വിളിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പം അവർ വന്നു. അത് കഴിഞ്ഞപ്പോഴത്തേന് അച്ചാച്ചൻ്റെ കൂട്ടുകാരും വന്നു. അവരെല്ലാം ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും വന്ന് കേക്ക് കട്ടിയാനുള്ള പരിപാടിയൊക്കെ തുടങ്ങി. നല്ല കേക്കൊക്കെ ആയിരുന്നു. ഞങ്ങൾ പറഞ്ഞു കൊടുത്ത പോലെ തന്നെ അവർ ചെയ്തു കേട്ടോ. ഞങ്ങൾ കാണിച്ചു കൊടുത്ത ഫോട്ടോ അനുസരിച്ചാണ് അവർ കേക്ക് ചെയ്ത് തന്നത്. ഇപ്പോൾ കടയിൽ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്നതിനും ഇതേ സെയിം റേറ്റ് തന്നെയാണ്. ഇതിപ്പോൾ നമുക്ക് അങ്ങനെ ഹോം ബേക്കിലൊക്കെ കൊടുക്കുവാണെങ്കിൽ നമ്മൾ പറയുന്ന രീതിയിലും കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരും. അതേ റേറ്റിൽ തന്നെ ചെയ്തു തരും. ഇനി കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ എല്ലാവരും പോയി കണ്ടിട്ടോ.
അപ്പോൾ ഇത്രേ ഉള്ളൂ കേക്ക് കട്ടിങ്ങിൻ്റെ വീഡിയോ. പിന്നെ ഇതാണെങ്കിൽ അച്ചാച്ചൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ, അവർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആണെങ്കിൽ അച്ചാച്ചന് കേക്ക് കൊടുക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല അന്നേരം. എനിക്ക് ഷോർട്സും ലോങ് വീഡിയോയ്ക്കുള്ള എടുക്കേണ്ടത് കൊണ്ട് ആ ടൈമിൽ എനിക്ക് ഫോൺ പിടിക്കാൻ പറ്റില്ല. അന്നേരത്തിന് അവൾ ആദ്യം കേക്ക് കൊടുത്ത അച്ചാച്ചന്, അപ്പോൾ അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇപ്പോഴത്തേനും സുമേഷ് ചേട്ടായി പിന്നെ എല്ലാവരുടെയും ബർത്ത്ഡേക്ക് ഒരു കേക്ക് കട്ടിങ് ഉണ്ട് ചേട്ടായി. അത് കഴിഞ്ഞിട്ട് കേക്ക് എടുത്ത് വെച്ച് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഇൻസ്റ്റയിലൊക്കെ ഇടാനായിട്ട് വേണമല്ലോ, പിന്നെ നിർബന്ധമാണല്ലോ. അതുകൊണ്ട് ഇൻസ്റ്റയിൽ ഇടാനായിട്ട് കുറേ പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞു ഞങ്ങൾ എന്തരയുള്ളൂ. പിന്നെ അവസാനം ആയപ്പോഴത്തേന് സിയ ഗിഫ്റ്റുമായിട്ട് വന്നു. ചെറിയൊരു ഗിഫ്റ്റ് ബോക്സ്, ഇങ്ങനെ ഗിഫ്റ്റിൻ്റെ രീതിയിൽ അത് കട്ട് ചെയ്തിട്ട് അങ്ങനെ അവൾ കൊണ്ടുവന്നാണ് കേട്ടോ. അവളെല്ലാ വട്ടവും ഇതുപോലെ കൊണ്ടുവരാറുണ്ട് അവളുടെ ബർത്ത്ഡേക്ക്. അല്ല അവളുടെ അല്ല, എല്ലാവരുടെയും ബർത്ത്ഡേക്ക്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം.